പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ മറിയമേ, ഈശോയുടെ അമ്മേ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ അവിടുന്ന് സഹായവുമായി കടന്നു വരേണമേ. ഈ ദിവസം ഞങ്ങൾ വേദനിക്കുന്നതായ, ഭാരപ്പെടുന്നതായ വിഷയങ്ങൾ അമ്മ മാതാവിൻ്റെ മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ മറിയമേ, അങ്ങ് പ്രാർത്ഥിക്കുന്നവരെ ഉപേക്ഷിക്കുകയില്ലല്ലോ. അങ്ങ് ഞങ്ങളുടെ ദുഃഖം കാണുന്നുവല്ലോ. അവിടുന്ന് എൻ്റെ അപേക്ഷ സ്വീകരിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നീക്കി എന്നെ അവിടുത്തെ നന്മയുടെ മഹത്വത്തിൽ കൊണ്ടുവരേണമേ. ഇന്ന് ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എല്ലാം അവിടുത്തെ പ്രിയപുത്രൻ വഴി എന്നിലേക്ക് നന്മയായി, സ്നേഹമായി വന്ന് ഭവിക്കണമേ. വരപ്രസാദത്തിൻ്റെയും കരുണയുടെയും മാതാവായ മറിയമേ, ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മാധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായും ഉറച്ച് വിശ്വസിക്കുന്നു. അമ്മയുടെ മകനെ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇരുട്ടിൻ്റെ ശക്തികൾക്കെതിരെ ശക്തമായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കുവാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സമാധാനത്തെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മകളുടെയും ശക്തികളെയും നീക്കം ചെയ്യണമേ. എൻ്റെ കുടുംബത്തെയും എല്ലാവരെയും സംരക്ഷിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ജോലിസ്ഥലത്തായിരിക്കുമ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ മേൽ എപ്പോഴും ഉണ്ടാകണമേ. ഞങ്ങളെ എല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, തിന്മയുടെ ശക്തികളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും അമ്മയുടെ സംരക്ഷണത്തിൻ്റെ അങ്കിയാൽ സംരക്ഷിക്കണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ മഹത്വവും എന്നോടുള്ള നിരുപാധികമായ സ്നേഹവും ഞാൻ തിരിച്ചറിയുന്നു. നിരാശയുടെ നിമിഷത്തിൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് അടിയന്തരമായ അത്ഭുതം നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും അമ്മയ്ക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയുടെ ശക്തമായ കരം എൻ്റെ മേൽ നീട്ടുവാനും എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കുവാനും ഉടനടി പ്രതികരണം ആവശ്യമുള്ള എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുവാനുമായി
ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള അമ്മേ, എൻ്റെ അവസ്ഥയുടെ എല്ലാ വിശദാംശങ്ങളും അമ്മയ്ക്ക് അറിയാം. ഞാൻ നേരിടുന്ന ബുദ്ധിമുട്ടുകളും എൻ്റെ ഹൃദയത്തെ ഞെരുക്കുന്ന കഷ്ടപ്പാടുകളും അമ്മ അറിയുന്നുവല്ലോ. ഈ കഷ്ടകാലത്ത് എന്നെ ഉപേക്ഷിക്കരുതെന്ന് ഞാൻ താഴ്മയായി അമ്മയോട് അപേക്ഷിക്കുന്നു. ഈ നിമിഷത്തിൽ അമ്മയുടെ കൃപയും കരുണയും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുറിവേറ്റത് സുഖപ്പെടുത്തുവാനും സംഘർഷമുള്ളിടത്ത് സമാധാനം കൊണ്ടുവരുവാനും തകർന്നത് പുനഃസ്ഥാപിക്കുവാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, എൻ്റെ മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും എനിക്ക് നൽകണമേ. അനന്തമായ നന്മയുടെ മാതാവേ, എന്നോടുള്ള സ്നേഹത്തിന് മാത്രമല്ല, അമ്മയുടെ മഹത്വം എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കുന്നതിനും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതിനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ഇടപെടൽ അമ്മയുടെ ശക്തിയുടെയും വിശ്വസ്തതയുടെയും ജീവനുള്ള സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. കൊടുങ്കാറ്റ് ശക്തമായി തോന്നുമ്പോഴും അമ്മയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ. അമ്മയുടെ നിരന്തരമായ സാന്നിധ്യത്തിലും അമ്മയുടെ സംരക്ഷണത്തിലും വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ആഗ്രഹങ്ങളോടും ആവശ്യങ്ങളോടും കൂടി പൂർണ്ണമായും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കരുണയുടെ മാതാവേ, ജീവിതത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ അമ്മയുടെ നിരന്തര സാന്നിധ്യവും സംരക്ഷണവും അമ്മ എല്ലായ്പ്പോഴും എൻ്റെ അരികിൽ ഉണ്ടെന്നുള്ള ഉറപ്പിൽ ആശ്വാസവും പ്രത്യാശയും കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ. നിരാശയെ അഭിമുഖീകരിക്കുന്ന അടിയന്തരമായ അത്ഭുതം ആവശ്യമുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേലും മറ്റുള്ള എല്ലാവരുടെയും മേലും അമ്മയുടെ കൃപകൾ ചൊരിയണമേ. അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് അമ്മയുടെ സമാധാനവും കരുതലും നൽകിക്കൊണ്ട് അമ്മയുടെ സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും കൈകൾ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ഭവനങ്ങളുടെ മേലും നീട്ടണമേ. കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുൻപിൽ നമുക്ക് നമ്മുടെ വ്യക്തിപരവും സമൂഹത്തിൻ്റെയും ഭവനത്തിൻ്റെതുമായ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
എൻ്റെ മക്കൾ, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിരവധിയായ ആവശ്യങ്ങൾ അമ്മ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങളെ മുഴുവനായും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും നിയോഗങ്ങളും ആഗ്രഹങ്ങളും ഇതാ അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ മാതാവേ, ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ, വേദനകളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും കൃപകളും നൽകണമേ. ഞങ്ങളുടെ ഭവനത്തിലുള്ളവർ സ്നേഹത്തിലും വിശ്വാസത്തിലും ഐക്യത്തിലും പരസ്പര ബന്ധത്തിലും വളരുവാൻ, ജീവിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ ഭവനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ സാമ്പത്തിക അഭിവൃദ്ധി ഞങ്ങൾക്ക് നൽകണമേ. ജീവിതം മുന്നോട്ട് പോകുവാൻ ആവശ്യമായ വിജയത്തിൻ്റെ പാതകൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ. ഞങ്ങളുടെ ഭവനത്തിലെ മാതാപിതാക്കൾ, മക്കൾ, ബന്ധുമിത്രാദികർ, പ്രിയപ്പെട്ടവർ എന്നിവർ സ്നേഹത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ ഉത്കണ്ഠകളും ഭയങ്ങളും ഞാനിതാ അമ്മയ്ക്ക് നൽകുന്നു. എന്നെ ശക്തിപ്പെടുത്തുവാനും നീതിയുടെ പാതകളിൽ എന്നെയും എൻ്റെ ഭവനത്തെയും നയിക്കുവാനുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എപ്പോഴും അമ്മയുടെ ഇഷ്ടം തേടിക്കൊണ്ട്, ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് ശരിയായതും വിവേകപൂർണവുമായ തീരുമാനങ്ങൾ എനിക്കും എൻ്റെ ഭവനത്തിലുള്ളവർക്കും വിവേചനാധികാരം നൽകണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ യാചനകൾ ശ്രവിച്ചതിനും എനിക്ക് ഉത്തരം നൽകുന്നതിനും പരിശുദ്ധ അമ്മ വഴി പിതാവായ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവേ, അമ്മയുടെ സമാധാനവും അനുഗ്രഹവും കൃപയും ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ഭവനങ്ങളിലും ഉണ്ടായിരിക്കണമേ. ഈ കഷ്ടകാലത്ത് അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എല്ലാ അപേക്ഷകളും അങ്ങ് സാധിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ, എൻ്റെ ശബ്ദം കേൾക്കുകയും എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്ന് വിശ്വാസത്തോടെ എൻ്റെ എല്ലാ അഭ്യർത്ഥനകളും പ്രാർത്ഥനകളും അമ്മയെ ഏൽപ്പിക്കുന്നു. ഞാൻ ഈ പ്രാർത്ഥന തുടരുമ്പോൾ അമ്മയുടെ കൃപയും സാന്നിധ്യവും തേടി ഞാനിതാ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു. അമ്മ എല്ലാറ്റിനും ഉപരിയാണെന്നും ഈ വേദനയുടെ നിമിഷത്തിൽ അമ്മയുടെ ശക്തി അനന്തമാണെന്നും ഞാൻ തിരിച്ചറിയുന്നു. കരുണയുടെ അമ്മേ, അമ്മയുടെ അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, ശാന്തതയോടെ കാത്തിരിക്കുവാൻ എനിക്കാവശ്യമായ ക്ഷമയും വിശ്വാസവും നൽകണമേ. എൻ്റെ ജീവിതത്തിൽ അമ്മ എപ്പോഴും കൂടെ ഉണ്ടാകണമേ. കരുണയുടെ അമ്മേ, എൻ്റെ ജീവിതത്തിൽ
ഞാൻ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾക്കിടയിൽ അമ്മ പഠിപ്പിക്കുന്ന പാഠങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് വിവേചനം നൽകണമേ. അമ്മ എല്ലാം എൻ്റെ നന്മയ്ക്കായി മാറ്റുന്നു എന്ന് ഞാൻ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നു. ഞാൻ അമ്മയിൽ നിന്ന് പഠിക്കുകയും ആത്മീയമായി വളരുകയും ചെയ്യട്ടെ. നന്മയുടെ മാതാവേ, നിരാശയുടെ സമയങ്ങളിലൂടെ കടന്നു പോകുന്ന എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അടിയന്തരമായ അത്ഭുതം ഞങ്ങൾക്കും എല്ലാ ആളുകളുടെയും മേൽ അമ്മയുടെ അനുഗ്രഹങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും നിറയ്ക്കണമേ. ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് പരിഹാരമായി ആശ്വാസ സൗഖ്യം നൽകിക്കൊണ്ട് സ്നേഹത്തിൻ്റെ കരങ്ങൾ നീട്ടണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, സമൂഹങ്ങളിൽ, രാഷ്ട്രങ്ങളിൽ ഐക്യവും സ്നേഹവും മാനവികതയും നിലനിർത്തണമേ. അമ്മയുടെ നിരുപാധികമായ സ്നേഹത്തിലും അനന്തമായ ജ്ഞാനത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അമ്മ പ്രവർത്തിക്കണമേ. അമ്മയ്ക്ക് മാത്രമേ അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കരുണയുടെയും അനുകമ്പയുടെയും മാതാവേ, അമ്മയുടെ സഹായവും ദൈവത്തിൻ്റെ ഇടപെടലും തേടി ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിൽ തുടരുന്നു. അമ്മയുടെ സ്നേഹത്തിലും ശക്തിയിലുമുള്ള ഞങ്ങളുടെ പൂർണ്ണമായ ആശ്രയത്വം അംഗീകരിച്ചുകൊണ്ട് അമ്മയുടെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കായി അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ. ഈ വിശ്വാസത്തോടെ എൻ്റെ ജീവിതത്തെ നിലനിർത്തണമേ. എന്നെ ദഹിപ്പിക്കുന്ന എൻ്റെ ജീവിതത്തെ, എൻ്റെ ഭവനത്തെ ദഹിപ്പിക്കുന്ന എല്ലാ തിന്മകളുടെ ശക്തികളെയും ബന്ധനങ്ങളെയും നീക്കിക്കളയണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.